ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നത്തെ നമ്മുടെ SCERT ക്ലാസ്സിൽ ബേസിക് സയൻസിലെ പാർട്ട് 2 അവസാനത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. 7ാമത്തെ ചാപ്റ്ററായ ഇന്ദ്രിയജാലം, അതുപോലെ 8ാമത്തെ ചാപ്റ്ററായ ജന്തുജാലങ്ങൾ. 5ാമത്തെയും 6ാമത്തെയും ചാപ്റ്റേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണണേ. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ 7ാമത്തെയും 8ാമത്തെയും ചാപ്റ്ററാണ് നോക്കുന്നത്. 7ാമത്തെ ചാപ്റ്ററായ ഇന്ദ്രിയജാലം ചെറിയൊരു ചാപ്റ്ററാണ്. കുറച്ച് പോയിന്റ്സ് മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. ഇനി 8ാമത്തെ ചാപ്റ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണേ. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസത്തെയും ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള എക്സാംസ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടാവാറുണ്ട്. ക്ലാസ് കാണുന്നതിനോടൊപ്പം തന്നെ അത് അറ്റൻഡ് ചെയ്യാനും ശ്രമിക്കണേ. അപ്പോൾ 7ാമത്തെ ചാപ്റ്ററാണ് ഇന്ദ്രിയജാലം. ആദ്യം തന്നെ ഒരു ഡോഗിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ ശബ്ദം പോലും തിരിച്ചറിയുന്നു. പിന്നെന്താണ്, പരുന്താണ് കൊടുത്തിട്ടുള്ളത്. പരുന്തെന്ന് പറയുന്നത് വളരെ ദൂരെയുള്ള ഇരയെ പോലും എനിക്ക് കാണാൻ കഴിയും. പോലെ പൂമ്പാറ്റ പറയുന്നതാണ് എൻ്റെ കാലുകൾ ഉപയോഗിച്ച് രുചി തിരിച്ചറിയാൻ കഴിയും. അടുത്തതായി കരടി പറയാണ് എനിക്ക് നേരിയ ഗന്ധം പോലും തിരിച്ചറിയാൻ കഴിയും. മുതലെന്താണ് പറയുന്നത്, എൻ്റെ ശരീരം പാറ പോലെയാണെങ്കിലും എവിടെ തൊട്ടാലും ഞാൻ അറിയും. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുപാടുകളെ മനസ്സിലാക്കുന്നതിന് സഹായിക്കുന്ന വിവിധതരം അവയവങ്ങൾ ജന്തുക്കൾക്കുണ്ട്. ഈ അവയവങ്ങളാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, ചെവി, മൂക്ക്, നാക്ക്, ത്വക്ക് എന്നിവയാണ് മനുഷ്യരുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്താണെന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തൊരു ഹെഡിങ് ആണ് സ്ഥാനം മാറുമ്പോൾ. നമ്മുടെ കണ്ണുകളെ പോലെ തന്നെയാണോ മറ്റു ജീവികളുടെയും കണ്ണുകൾ? ചിത്രത്തിലെ ജീവികളുടെ കണ്ണുകളുടെ സ്ഥാനം ശ്രദ്ധിക്കും. ആടിൻ്റെയും കടുവയുടെയും കോഴിയുടെയും ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. കണ്ണിൻ്റെ ഈ സവിശേഷത എങ്ങനെയാണ് ജീവികൾക്ക് സഹായകമാകുന്നത്? തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികൾക്ക് വസ്തുവിൻ്റെ സ്ഥാനവും അകലവും കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്നു. കടുവ, സിംഹം തുടങ്ങിയ ജീവികളുടെ ഈ പ്രത്യേകത ഇവയെ ഇരപിടിക്കാൻ സഹായിക്കുന്നു. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾക്ക് 2 വശങ്ങളിലുള്ള കാഴ്ച സാധ്യമാകുന്നു. മാൻ, മുയൽ തുടങ്ങിയ ജീവികൾക്ക് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ ഈ പ്രത്യേകത സഹായിക്കുന്നു. അപ്പോൾ തലയുടെ മുൻവശത്ത് കണ്ണുകളുള്ള ജീവികളാണ് കടുവ, സിംഹം ഇതുപോലുള്ളത്. തലയുടെ വശങ്ങളിൽ കണ്ണുകളുള്ള ജീവികൾ ഇതൊക്കെയാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. മാൻ, മുയൽ തുടങ്ങിയ ജീവികളാണ്. ഇനി അടുത്തത് ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് പൂച്ച. പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ വെളിച്ചത്തിൽ ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളിൽ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. രാത്രിയിൽ ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ട്. അപ്പോൾ പൂച്ചയുടെ കണ്ണിലെ കൃഷ്ണമണി പകൽ സമയത്ത് ചുരുങ്ങിയും രാത്രിയിൽ പരമാവധി വികസിച്ചും കാണപ്പെടുന്നു. നേരിയ വെളിച്ചത്തിൽ പോലും അവയ്ക്ക് കാഴ്ച സാധ്യമാകും. പൂച്ചയുടെ കണ്ണുകളുടെ പ്രത്യേകതരം കോശങ്ങളുടെ ഒരു പാളിയുണ്ട്. അതാണ് രാത്രിയിൽ കണ്ണുകളുടെ തിളക്കത്തിന് കാരണം. അപ്പോൾ രാത്രി ഇര തേടുന്ന പല ജീവികളുടെയും കണ്ണുകൾക്ക് ഈ പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്. ഇത് മൂങ്ങയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. മൂങ്ങയ്ക്ക് തലയുടെ നേരെ മുൻഭാഗത്തായി വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകളും കാണാൻ മൂങ്ങയ്ക്ക് സാധിക്കും. അപ്പോൾ മൂങ്ങയുടെ തലയുടെ നേരെ മുൻഭാഗത്തായിട്ട് വലിയ കണ്ണുകളാണുള്ളത്. കഴുത്ത് പിറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകളും ഇവയ്ക്ക് കാണാൻ സാധിക്കും. ഇനി മരയോന്താണ്. മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. അപ്പോൾ മരയോന്തി എന്താ കൊടുത്തിട്ടുള്ളത്? മരയോന്തിന് ഒരേ സമയം കണ്ണുകളെ വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാൻ കഴിയും. ഹെഡിങ് ആണ് നേത്രരോഗങ്ങൾ. ഇത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു നോട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെങ്കണ്ണ് പടരുന്നു. സംസ്ഥാനത്ത് ചെങ്കണ്ണ് ബാധിച്ച് ഒട്ടേറെ പേർ ചികിത്സ തേടുന്നുണ്ട്. കുട്ടികൾക്കിടയിലാണ് ഈ രോഗം വേഗത്തിൽ പകരുന്നത്. സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായതിനാൽ രോഗി ഉപയോഗിച്ച വസ്തുക്കൾ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചെങ്കണ്ണ് എന്നാണ് ഒരു പകർച്ചവ്യാധിയാണ്. എന്താണ്, സമ്പർക്കത്തിലൂടെ പകരുന്നൊരു രോഗമാണ് ചെങ്കണ്ണ് അല്ലേ. അപ്പോൾ ഇത് എന്താണ്, ആരോഗ്യവകുപ്പിൻ്റെ ഒരു നോട്ടീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് സ്നെല്ലർ ചാർട്ട്. കാഴ്ച പരിശോധിക്കാൻ സാധാരണമായി ഉപയോഗിച്ച് വരുന്ന ഈ ചാർട്ടിൽ പല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളാണുള്ളത്. മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഇത് തയ്യാറാക്കിയത്. അപ്പോൾ സ്നെല്ലൻ ചാർട്ടിനെ പറ്റിയാണ് പറയുന്നത്. കാഴ്ച പരിശോധിക്കാൻ സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്ന ചാർട്ടാണിത്.
ഇതിനെന്താണ് പ്രത്യേകത? മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരികയാണ് അക്ഷരങ്ങൾക്കില്ലേ. മുകളിൽ നിന്ന് താഴേക്ക് വരുന്തോറും വലിപ്പം കുറഞ്ഞു വരുന്ന രീതിയിലാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 1862 ഡച്ച് നേത്രരോഗ വിദഗ്ധനായ ഹെർമൻ സ്നെല്ലനാണ് ഈ ചാർട്ട് തയ്യാറാക്കിയത്. അടുത്തൊരു ഹെഡിംഗ് ആണ് കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർ. കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്ന വ്യക്തികൾ എങ്ങനെയാണ് ചുറ്റുപാടുകളെ തിരിച്ചറിയുന്നത്? വ്യത്യസ്ത കറൻസി നോട്ടുകൾ പരിശോധിക്കൂ. അവ എങ്ങനെയെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു? ഇവയിലെ ഏതെല്ലാം സവിശേഷതകൾ നോട്ട് തിരിച്ചറിയാൻ കാഴ്ച വെല്ലുവിളി നേരിടുന്നവരെ സഹായിക്കുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ കുട്ടികൾക്ക് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി വേറെ ചിത്രം കൊടുത്തിട്ടുള്ളതാണ് തീവണ്ടിയിലെ സീറ്റ് നമ്പറും അതുപോലെ ഫുട്പാത്തിലെ ടൈലും. ഇവയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ ഇവയ്ക്ക് കാഴ്ചയ്ക്ക് വെല്ലുവിളി നേരിടുന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള വളർച്ച ഇവയിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ഉദാഹരണമാണ് സ്മാർട്ട് കെയിനും ഡിജിറ്റൽ ബ്രെയിൽ സ്ലേറ്റും. ഈ ഉപകരണങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് കെയിന് പറ്റിയിട്ടുള്ളതാണ്. വഴി കണ്ടെത്താൻ കൂടുതൽ എളുപ്പത്തിൽ വഴി കണ്ടെത്താൻ ഇവ സഹായിക്കുന്നുണ്ട്. ഇനി തടസ്സം കണ്ടെത്താൻ അൾട്രാസോണിക് ഇൻഫ്രാറെഡ് സെൻസറുകൾ ഉപയോഗിച്ച് തത്സമയം തടസ്സങ്ങൾ കണ്ടെത്താനാകും. ഇനി കണക്ടിവിറ്റി. സ്മാർട്ട് കെയിനുകൾക്ക് ബ്ലൂടൂത്ത് വഴി സ്മാർട്ട് ഫോണുകളിലേക്കോ മറ്റു ഉപകരണങ്ങളിലേക്കോ കണക്ട് ചെയ്യാനാകും. ഇനി വീഴ്ച കണ്ടെത്താൻ താഴെ വീഴുകയും എഴുന്നേൽക്കാൻ കഴിയാതെ വരികയും ചെയ്താൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുന്നു. അതായത് വ്യക്തിഗത ക്രമീകരണം എന്താണ്? ക്രമീകരിക്കാവുന്ന ഉയരം, അതുപോലെ വ്യത്യസ്ത ഹാൻഡിൽ ഗ്രിപ്പുകൾ, വിവിധ സെൻസറി ഫീഡ്ബാക്ക് ക്രമീകരണങ്ങളൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി ദത്തശേഖരണം, യാത്ര ചെയ്ത ദൂരം, നടന്ന വേഗത, നേരിടുന്ന തടസ്സങ്ങളുടെ വിവരങ്ങൾ തുടങ്ങിയവ ശേഖരിക്കാനും ഇവയ്ക്ക് കഴിയും. അപ്പോൾ സ്മാർട്ട് കെയിൻ്റെ പ്രത്യേകതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് പറയുന്നത് സൂക്ഷിച്ചാൽ മതി, ദീർഘനാൾ കാണാം. കണ്ണുകളെ തിരുമ്മാതിരിക്കുക, മങ്ങിയ വെളിച്ചത്തിൽ TV കാണാതിരിക്കുക, കണ്ണിനുള്ളിൽ സ്പർശിക്കാതിരിക്കുക, ദീർഘസമയം മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ, TV തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക, മറ്റുള്ളവർ ഉപയോഗിച്ച തൂവാലകൾ ഉപയോഗിക്കാതിരിക്കുക, ആവശ്യത്തിന് വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് വായിക്കുക, കണ്ണിന്റെ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാൻ ഇടയ്ക്കിടെ കാഴ്ച പരിശോധന നടത്തുക, ഇലക്കറികളും പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ ആഹാരം കഴിക്കുക. കണ്ണിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്ത ഹെഡിംഗ് ആണ് കേട്ടറിഞ്ഞ്. ശ്രവണ സഹായികൾ അല്ലെങ്കിൽ ഇയറിംഗ് എയ്ഡ്സ്. പല കാരണങ്ങളാലും കേൾവിക്കുറവ് ഉണ്ടാവാറുണ്ട്. ഇത് പരിഹരിക്കാനുള്ള ഉപകരണങ്ങളാണ് ശ്രവണ സഹായികൾ. ശബ്ദത്തിന്റെ ഉച്ചത കൂട്ടാനും വ്യക്തത വരുത്താനും പ്രത്യേക സംവിധാനങ്ങളുള്ള വിവിധതരം ശ്രവണ സഹായികൾ ഇന്ന് ലഭ്യമാണ്. ഇനി കൊടുത്തത് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയയാണ്. ജന്മനായുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണിത്. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ എന്താണ്? ജന്മനാലുള്ള കേൾവി തകരാറുകൾ പരിഹരിക്കാനുള്ള മാർഗമാണ് കോക്ലിയർ ഇംപ്ലാന്റ് ശസ്ത്രക്രിയ. ചെവിക്കുള്ളിലെ കോക്ലിയ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയാണ് ഇത്. അടുത്ത ഹെഡിംഗ് ആണ് മണമറിയാൻ. എന്തായിരിക്കും ജലദോഷം വരുമ്പോൾ മണം അറിയാതിരിക്കാനുള്ള കാരണം? മൂക്കിനുള്ളിൽ എപ്പോഴും ഈർപ്പം അനുഭവപ്പെടാറില്ലേ? ഒരു സ്രവം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് ഇതിനു കാരണം. മൂക്കിലെത്തുന്ന പൊടിപടലങ്ങളും രോഗാണുക്കളും നീക്കം ചെയ്യലാണ് ഈ സ്രവത്തിന്റെ ധർമ്മം. വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം. എന്താണ് വൈറസ് ബാധ ഉണ്ടാകുമ്പോൾ എന്താണ് ഈ സ്രവം കൂടുതൽ ഉൽപ്പാദിക്കപ്പെടുന്ന അവസ്ഥയാണ് ജലദോഷം. കൂടുതൽ സ്രവം ഉണ്ടാകുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് മണമറിയാത്തത്. അപ്പോൾ കൂടുതൽ സ്രവം ഉണ്ടാക്കുമ്പോൾ മണമറിയാൻ സഹായിക്കുന്ന കോശങ്ങളിലേക്ക് ഗന്ധകണികകൾ എത്താതാവും. അതുകൊണ്ടാണ് മണമറിയാത്തത്. ഇനി കൊടുത്തിട്ടുള്ളതാണ് ഹായ് എന്താ രുചി. ചിത്രത്തിലെ വിവിധ ഭക്ഷണ പദാർത്ഥങ്ങൾ കണ്ടില്ലേ? ഇവയ്ക്കെല്ലാം ഒരേ രുചിയാണോ? നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോഴാണോ അല്ലാത്തപ്പോഴാണോ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ശരിയായ രുചി അറിയാൻ കഴിയുന്നത്? എന്തുകൊണ്ട്? ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദ് മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾ ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള സ്വാദ് മുകുളങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമ്മൾ രുചി അറിയുന്നത്. അടുത്തൊരു ഹെഡിംഗ് ആണ് തൊട്ടറിഞ്ഞ്. സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നു. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്.
ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കൾ പ്രവേശിക്കാതെ തൂക്കം തടയുന്നു. ശരീരത്തിലെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. അപ്പോൾ സ്പർശനത്തിലൂടെ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അവയവമാണ് ത്വക്ക്. ചൂട്, തണുപ്പ് തുടങ്ങിയവ അറിയുന്നതിനും ത്വക്ക് സഹായിക്കുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക്. ശരീരത്തിനുള്ളിലേക്ക് രോഗാണുക്കളെ പ്രവേശിക്കാതെ ത്വക്ക് തടയുന്നു. ശരീരത്തിന്റെ ചൂട് നിയന്ത്രിക്കുന്നതിനും വിയർപ്പിലൂടെ മാലിന്യം പുറന്തള്ളുന്നതിനും ത്വക്കിന് പങ്കുണ്ട്. ഇനി ത്വക്കിന്റെ സംരക്ഷണമാണ് കൊടുത്തിട്ടുള്ളത്. ത്വക്കിന്റെ സംരക്ഷണത്തിനായി നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? ത്വക്ക് വൃത്തിയായി സൂക്ഷിക്കണം, ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ത്വക്കിന്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഇലക്കറികൾ, പഴങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിലുള്ളത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയുന്നതും അറിയാത്തതായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. അറിയാത്ത കാര്യങ്ങൾ നോട്ട് ചെയ്യാം. നമുക്ക് 8ാമത്തെ ചാപ്റ്റർ നോക്കാം, ജന്തുജാലങ്ങൾ. ആദ്യം തന്നെ ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. ഇപ്പോൾ കുറച്ച് പുഴുക്കളുടെയും പൂമ്പാറ്റകളുടെയും വണ്ടിൻ്റെയും ഒക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റൊരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സിൽ കുഴിയാനാന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡിലേസൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴി മണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അപ്പോൾ കുഴിയാനയുടെ രൂപാന്തരമാണ് പറയുന്നത്. ആൻലേസൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാർവയാണ് കുഴിയാന. പൂഴി മണ്ണിൽ ഫണലിന്റെ ആകൃതിയിൽ ഇവ കുഴിയുണ്ടാക്കുന്നുണ്ട്. ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് എന്താണ് ഇംഗ്ലീഷിൽ ആൻഡ് ലയൺ എന്നാണ് കുഴിയാനയ്ക്ക് പേര്. ഈ ലാർവ മൺതരികളും നേർത്ത നൂലുകളും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അടുത്ത ഹെഡിംഗ് ആണ് രൂപാന്തരണം അല്ലെങ്കിൽ മെറ്റാമോർഫോസിസ്. ചില ജീവികളിൽ അവയുടെ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ടവിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. അപ്പോൾ ചില ജീവികളിലൊക്കെ അവ മുട്ടവിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ടവിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നാണ് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായിട്ട് മാറുന്നത്. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം എന്ന് പറയുന്നത്. പാറ്റക്കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? ഇതിലൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ വളർച്ചയെത്തിയ പാറ്റ, പിന്നെ അതിൻ്റെ മുട്ട, പിന്നെ നിംഫ്. എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? ഇനി പൂർണ്ണ വളർച്ച എത്താത്തത് എന്താണ്? നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെ പലതവണ ഇതിൻ്റെ പുറംചട്ട പൊയിച്ചു കളയുന്നു. അടുത്തത് പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടങ്ങളെ അകറ്റുമെന്നാണ് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. ഏലം, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട എന്നിവയുടെയൊക്കെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇത് എന്തിനായിരിക്കും? കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. അപ്പോൾ ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ എന്താണ്? കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. അടുത്തൊരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ചെറുപ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലെയും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. ഇനി എന്താണ്? വർണ്ണച്ചിറകുള്ള പ്രാണികൾ. പ്രാണി കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന എത്ര ചിത്രശലഭങ്ങളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകൾ നോക്കൂ. നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോയി, അതുപോലെ എരുക്കുതപ്പി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ചില ശലഭങ്ങളുടെ പേരുകളാണ്. എന്തൊക്കെയാണ്? നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോയി, എരുക്കുതപ്പി. ഇനി എന്താണ് ബോക്സ് കൊടുത്തിട്ടുള്ളത്? ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും അതുപോലെ ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുമുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം.
എന്താണ് ശലഭങ്ങളുടെ നിലനിൽപ്പിന് നെക്ടർ പ്ലാന്റ്സ് അഥവാ തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും അതുപോലെ ഹോസ്റ്റ് പ്ലാന്റ്സ് ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം. ഈ 2 തരം സസ്യങ്ങളുടെ ഉദ്യാനമാണ് ശലഭോദ്യാനം. അടുത്ത ഹെഡിങ് ആണ് നിശാശലഭങ്ങൾ അല്ലെങ്കിൽ മോത്ത്. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണ് ഉള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിന്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്തതാണ് വെങ്കണ നീലി അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ മോത്ത്. വെങ്കണ നീലി അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ മോത്ത് എന്താണ്? പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭങ്ങളാണ് വെങ്കണ നീലി. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീലനിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അതുകൊണ്ട് ഇവയെ നിശാശലഭ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. അപ്പോൾ വെങ്കണനീലി അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ മോത്ത് എന്താണ്? പകൽ നേരങ്ങളിൽ കാണുന്ന നീലനിറമുള്ള ശലഭങ്ങളാണ് വെങ്കണനീലി. എന്താണിത്? ചിത്രശലഭങ്ങളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറം ഒഴിച്ചാൽ ഇവയ്ക്ക് എന്താണ്? നിശാശലഭങ്ങളുടെ സവിശേഷതകളാണ് ഉള്ളത്. ഇതെന്താണ്? വെങ്കണ മരത്തിന്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഇതിന് വെങ്കണ നീലി എന്നുള്ള പേര് വന്നത്. അടുത്ത ഹെഡിങ് ആണ് ചെറുജീവികളുടെ ലോകം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെല്ലാം ചെറുജീവികളുടെ പേരുകൾ നിങ്ങൾക്കറിയാം? ചിത്രത്തിലെ ജീവികളുടെ പേരുകൾ പട്ടികപ്പെടുത്തൂ. കുട്ടികൾക്കുള്ള വർക്കാണിത്. കൊടുത്തിട്ടുള്ളതാണ് പല ധർമ്മങ്ങൾ. സമൂഹമായി കഴിയുന്ന ജീവികളാണ് ഉറുമ്പുകൾ. മുട്ടയിടുക, ഭക്ഷണം ശേഖരിക്കുക, ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുക എന്നീ ജോലികൾ ചെയ്യുന്ന വ്യത്യസ്ത വിഭാഗം ഉറുമ്പുകളെ ഒരു കൂട്ടത്തിൽ കാണാം. ചിറകുള്ള ഉറുമ്പുകൾ. നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറകു മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകളാണ് ചിറകു മുളച്ച് പുറത്തു വരുന്നത്. ഉറുമ്പുകളെ നിരീക്ഷിക്കാം. അപ്പം എന്താണ്? നിറം, വലിപ്പം, വാസസ്ഥലം, ആഹാരം, ആഹാര സമ്പാദന രീതി, അതുപോലെ സഞ്ചാരം എന്നിവയുടെ വ്യത്യസ്തതയിൽ ഉറുമ്പുകളെ നിരീക്ഷിക്കാമെന്നാണ് പറഞ്ഞത്. അടുത്ത ഹെഡിങ് ആണ് മത്സ്യങ്ങൾ. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ. മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടിലെ മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണ്? കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത് എന്തിനായിരിക്കും? ജൂൺ ജൂലൈ മാസങ്ങളിലായിരിക്കും മത്സ്യങ്ങൾ മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഊത്തകറ്റം. ജൂൺ മാസത്തിൽ കാലവർഷമെത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് ഇവയെ പിടികൂടുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അപ്പം എന്താണ് ഊത്തകയറ്റം എന്ന് പറഞ്ഞാൽ? ജൂൺ മാസങ്ങളിൽ കാലവർഷം എത്തുന്നതിലൂടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറു തടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ് ഊത്തകയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടികൂടുന്നത് മത്സ്യസമ്പത്ത് കുറയാനിടയാക്കും. ഈ സമയത്ത് മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അടുത്ത ഹെഡിങ് ആണ് ഉഭയജീവികൾ അല്ലെങ്കിൽ ആംഫീബിയൻസ്. ഇനിയൊരു തവളയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ജലത്തിലാണ്. വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ നട്ടെല്ലുള്ളവയാണ്. അപ്പോൾ തവളയുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ജീവിതചക്രത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും ഇത് ജലത്തിലാണ്. പിന്നെന്താണ്? വളർച്ചയെത്തിയ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിക്കുന്നു. അതുപോലെ തവള എന്താണ്? ഉഭയജീവികളാണ്. അതുപോലെ എന്താണ്? നട്ടെല്ലുള്ളവയാണ് തവളകൾ. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾക്കാണ് ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഒരു ഉഭയജീവിക്ക് ഒരു ഉദാഹരണമാണ് എന്ത്? തവള. അടുത്ത ഹെഡിങ് ആണ് സീസിലിയനുകൾ. കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സീസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു.
കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പം എന്താണ് സീസിലിയനുകൾ എന്നാൽ കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സീസിലിയനുകൾ. പ്രാദേശികമായി ഇവയെ എന്താ വിളിക്കുന്നത്? കുരുടികൾ എന്നാണ്. കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അടുത്തതാണ് ഉരഗങ്ങൾ അല്ലെങ്കിൽ റെപ്റ്റൈൽസ്. ഈ ഒരു എന്തിനൊക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? പാമ്പിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതുപോലെ പല്ലി, അരണ, ആമ, അതുപോലെ എന്താണ് ഉടുമ്പ്, അതുപോലെ ഓന്ത്, എന്താണ് ഇതിന് കൊടുത്തിട്ടുള്ളത്? ഇനി മുതലൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണെന്നാണ്. അടുത്തതാണ് പാമ്പുകൾ. വിഷപ്പാമ്പുകൾ. കേരളത്തിൽ സാധാരണമായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കൂ. ആദ്യം തന്നെ മൂർഖനാണ്. വികസിപ്പിക്കാവുന്ന പത്തിയും അതിന്റെ പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും ഉണ്ടാവും. മൂർഖന്റെ പ്രത്യേകത എന്താണ്? വികസിപ്പിക്കാവുന്ന പത്തിയും പിൻഭാഗത്ത് പരസ്പര ബന്ധിതമായ വളയങ്ങളും 2 വളയങ്ങളും കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങളും ഉണ്ടാവും. ഇനി മൂർഖന്റെ ചിത്രമാണ് കൊടുത്തിട്ടുണ്ട്. ഇനി രാജവെമ്പാലിനെ പറ്റി പറയുന്നത് പത്തിയിൽ തെളിയുന്നൊരു അടയാളം കൊടുത്തിട്ടുണ്ട്. അതുപോലെ 5 മീറ്റർ വരെ നീളം, ശരീരത്തിന്റെ മുൻഭാഗത്ത് വളയങ്ങളും വാലിന് നല്ല കറുപ്പുമാണ് രാജവെമ്പാലിന്റെ പ്രത്യേകത. അടുത്തത് എന്താണ്? ശംഖുവരൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകളാണ്, അതുപോലെ കറുത്തിരുണ്ട നിറമാണ് ശംഖുവരൻ ഉണ്ടാവുക. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ അല്ലെങ്കിൽ കറുത്തിരുണ്ട നിറമാണ് ശംഖുവരൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ. ഇനി അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ. ത്രികോണാകൃതിയിലുള്ള വലിയ തലയാണെന്തിന് അണലിക്ക് ഉണ്ടാവുക. ശരീരത്തിൽ ചങ്ങല പോലുള്ള പുള്ളികളും ഉണ്ടാവും. എന്തൊക്കെയാണ്? അണലിക്ക് ത്രികോണാകൃതിയിലുള്ള വലിയ തല, അതുപോലെ ശരീരത്തിൽ ചങ്ങല പോലുള്ള പുള്ളികളുമാണ് അണലി അല്ലെങ്കിൽ ചേനത്തണ്ടൻ ഉണ്ടാവുക. അടുത്തത് കടൽപ്പാമ്പ് അല്ലെങ്കിൽ വലകടിയൻ. വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലുള്ളതുമാണ്. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളും ഉണ്ടാവും. എന്തൊക്കെയാണ്? കടൽപ്പാമ്പിന് വാൽ പരന്നതും തുഴയുടെ ആകൃതിയിലാണ് ഉണ്ടാവുക. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളും ഉണ്ടാവും. കടൽപ്പാമ്പ് അല്ലെങ്കിൽ വലകടിയൻ എന്ന് പറയും. അടുത്തതായിട്ടൊരു ബോക്സ് കൊടുത്താണ് കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്കേ വിഷമുള്ളൂ. അപ്പോൾ കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ 5 ഇനം പാമ്പുകൾക്ക് മാത്രമേ വിഷമുള്ളൂ. പാമ്പുകടി ഏറ്റാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതാണ് അടുത്തത്. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കടിയേറ്റ ആളെ പരിഭ്രമിപ്പിക്കരുത്. സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇതൊക്കെയാണ് പാമ്പുകടി ഏറ്റാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ഹെഡിങ് ആണ് സസ്തനികൾ അല്ലെങ്കിൽ മാമ്മൽസ്. എന്തിനൊക്കെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? മുയലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് പൂച്ചയുടെ ചിത്രം കൊടുത്തിട്ട്, പന്നി, അതുപോലെ പശു, എന്താണ് പിന്നുള്ളത് എരുമ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താ ഡോഗിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവയൊക്കെ സസ്തനികൾ അല്ലെങ്കിൽ മാമ്മൽസ് ആണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരും സസ്തനികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ, ഇവയെല്ലാം സസ്തനികളാണെന്നാണ് പറയുന്നത്. എന്താണ് സസ്തനികൾ? കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ ഇവയൊക്കെ സസ്തനികളിൽ പെടുന്നവയാണ്. ഇനി ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. അപ്പം മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. ഇനി എന്താ കൊടുത്തിട്ടുള്ള ഒരു ഹെഡിങ്? അന്യം നിൽക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. ഇനി എന്താണ്? വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളെ പരിചയപ്പെടുന്നത്. കൂടുതൽ ഉദാഹരണം കണ്ടെത്തുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കുറച്ച് ചിത്രം കൊടുത്തിട്ടുണ്ട്. കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി ഇവയെല്ലാം കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന ചില ജീവികളാണ്. അടുത്ത ഹെഡിങ് ആണ് ജീവികളും അന്ധവിശ്വാസങ്ങളും. ചിത്രത്തിലെ ജീവികളെ കണ്ടല്ലോ. എന്തൊക്കെയാണ്? വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്.
ഈ ജീവികളെക്കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക? സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശം, ഇവയ്ക്കൊക്കെ ഇതിന് കാരണമാകുന്നില്ലേ? ഈ അന്ധവിശ്വാസങ്ങളൊക്കെ സാമ്പത്തിക ചൂഷണം, ജീവികളുടെ വംശനാശത്തിനൊക്കെ കാരണമാകുന്നുണ്ട്. വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പവയെ പറ്റിയിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ 8ാമത്തെ ചാപ്റ്ററും കംപ്ലീറ്റ് ആവാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഇനിയുള്ളത് കുട്ടികൾക്കുള്ള തുടർ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.